കരൺ ജോഹർ പ്രൊഡ്യൂസ് ചെയ്ത് മാധവൻ മെയിൻ റോളിൽ വന്ന അതിൻ്റെ കൂടെ തന്നെ ഫാത്തിമ സനാഷയ്ക്കും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു മൂവിയാണ് ഈ ഒരു സിനിമ. സോ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സിനിമയുടെ പേര് ആദ്യം പറയാം, ആപ് ജേസാ കോയി എന്നാണ് ഈ ഒരു സിനിമ. ആപ് ജേസാ കോയി, നിങ്ങളെപ്പോലെ ആരെങ്കിലും എൻ്റെ ലൈഫിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കളറാവും എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രതീക്ഷിച്ച് തുടങ്ങിയത്. പക്ഷേ പിന്നെ അങ്ങോട്ട് ബോളിവുഡിൻ്റെ സ്ഥിരം ടെംപ്ലേറ്റിൽ പോകുന്നൊരു മൂവിയാണ്. ഇതിൽ മാധവനാണ് നായകനായി വന്ന് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്വാളിറ്റി സിനിമകൾക്ക് ഒരു എൻഡിങ് കൊടുക്കുകയാണ് ഈ ആപ് ജേസാ കോയി എന്ന് പറയുന്ന ഈ ഒരു മൂവി. ഇതിലൊരു ഡേറ്റിംഗ് ആപ്പിൻ്റെ സംഭവവും ഈ ഒരു മാധവൻ്റെ ക്യാരക്ടറും ആദ്യം കുറേ ഫണ്ണി എലമെൻസും അവയുടെ ആ ഒരു മെച്ചുവർ റിലേഷൻഷിപ്പും ഒക്കെ തന്നെ കുറച്ച് വെറൈറ്റി ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നറേഷനാണ് ആദ്യം പോകുന്നത്. പക്ഷേ ഇവിടെ സെക്കൻഡ് ഹാഫിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 2 ഫാമിലീസിനെ കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു ഫാമിലീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആ ഫാമിലീസിൻ്റെ ആ ഒരു രീതികൾ കാണുമ്പോൾ 2 ഡിഫറെൻറ്റ് ഫാമിലീസാണ് കാണിക്കാൻ വേണ്ടി തന്നെ ആ ഒരു 2 രീതിയിലുള്ള സംഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്രോഗ്രസീവ് തോട്ട്സ് നമ്മുടെ മുന്നോട്ട് വെച്ച് നമ്മളെ പറ്റിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ബോളിവുഡ് സ്ഥിരം ഈ ഒരു പ്രോഗ്രസീവ് സംഭവങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് പറ്റിക്കുന്നവരൊക്കെ. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ ഈ മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വന്ന ഈ ഒരു ഫാമിലീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പോസിറ്റീവായി തോന്നിയത് മാധവൻ്റെയും അതുപോലെ തന്നെ ഫാത്തിമ സനാഷയ്ക്കിൻ്റെയും ഐഷ റാസയുടെയും പെർഫോമൻസ് ആണ്. സോ ഈ ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് പോയതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് പോയതെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയി മാറിയാണ്. ഇത് ബിലോ ആവറേജ് ആവാൻ കാരണം നമ്മൾ കണ്ടുമടുത്ത ടെംപ്ലേറ്റിൽ കൂടെ തന്നെ പിന്നെയും ഇത് പോകുന്നത് തന്നെയാണ്.